ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് വർഗ്ഗസങ്കരണം. 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മുളക് നല്ല നീളമുള്ളതാണ്, പക്ഷേ എണ്ണം കുറവാണ്. രണ്ടാമത്തേത് എണ്ണം കൂടുതലാണ്, പക്ഷേ നീളം കുറവാണ്. ഈ 2 മുളകുകളും കൂട്ടിച്ചേർത്ത് നീളമുള്ള എന്നാൽ എണ്ണം കൂടിയ കുലകളോട് കൂടിയ ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ? അത്തരം രീതിയെ പറയുന്ന പേരാണ് വർഗ്ഗസങ്കരണം. എങ്ങനെയാണ് ഇത്തരം ഒരു വിത്ത് ഉണ്ടാക്കിയെടുക്കുക? നമുക്കറിയാം, പരാഗണം വഴിയാണ് പൂക്കൾക്കുള്ളിൽ വിത്തുകൾ ഉണ്ടായി വരുന്നത്. 2 തരത്തിലുള്ള പരാഗണങ്ങളുണ്ട്. ആദ്യത്തേതാണ് സ്വപരാഗണം. ഒരു ചെടിയിലെ പൂക്കൾ തമ്മിൽ തമ്മിൽ പരാഗണം നടക്കുന്നതാണ് സ്വപരാഗണം. അടുത്തതാണ് പരപരാഗണം. അതായത് 2 വ്യത്യസ്ത ചെടികൾ തമ്മിൽ അവരുടെ പൂക്കൾക്കിടയിൽ പരാഗണം നടക്കുകയാണെങ്കിൽ അതാണ് പരപരാഗണം എന്ന് പറയുന്നത്. 2 മുളക് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാവാൻ ഏതു തരം പരാഗണമാണ് നടക്കേണ്ടത്? പരപരാഗണമാണ് നടക്കേണ്ടത്. ഈ 2 വ്യത്യസ്ത ചെടികളും തമ്മിലാണ് പരാഗണം നടക്കേണ്ടത്. എന്നാൽ ഈ പരാഗണം പ്രാണികൾ വഴിയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത 2 ചെടികൾ തമ്മിലാണ് പരാഗണം നടക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കൃത്രിമ പരാഗണം നടത്തും, അതായത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഈ കൃത്രിമ പരാഗണം ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേതിൽ സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. കേസരങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മുന്നിലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ മേലെ നിൽക്കുന്ന അതിൽ നിന്നുള്ള പൂമ്പൊടിയാണ് താഴെ വീണ് വിത്തായി നമ്മൾ രൂപമാറുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ആദ്യമേ തന്നെ നമ്മൾ മുറിച്ചു മാറ്റുന്നു. അടുത്തതായി ഈ പൂവിലേക്ക് മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ ഒരു തരത്തിലും എത്താതിരിക്കാൻ വേണ്ടി ആ പൂവിനെ മുഴുവനായി നമ്മൾ പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള, അതായത് നമുക്ക് ആവശ്യമുള്ള ഗുണത്തോടു കൂടിയ ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ശേഖരിക്കുന്നു. ഈ ശേഖരിച്ച പരാഗരേണുക്കൾ നമ്മൾ ഈ കെട്ടിവെച്ച പൂവുണ്ടല്ലോ, ആ പൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പൂവിൽ വിത്തുണ്ടാകുന്ന ആ ഒരു സമയം വരെ പിന്നെയും ഈ പൂവ് നമ്മൾ കെട്ടി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെങ്കിൽ മറ്റു പൂക്കളിൽ നിന്ന് പിന്നെയും പരാഗണം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? പൂവ് വിരിഞ്ഞ ഉടൻ തന്നെയാണ് നമ്മൾ ആ പൂവിനെ പൊതിഞ്ഞു കെട്ടേണ്ടത്. ഇനി അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ വർഗ്ഗസങ്കരണം എന്താണ് എന്നുള്ള ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നത്. ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ട രീതി നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കുറച്ച് സസ്യങ്ങളുടെ പേര്, അവരുടെ സങ്കര ഇനം വിത്തുകളുടെ പേരുകളാണ്. സാധാരണ പരീക്ഷയ്ക്ക് 1-2 പേരുകളെല്ലാം ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന 1-2 എണ്ണം പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇതുപോലെ വർഗ്ഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. കുറച്ച് പേരുകൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. അതിലേതെങ്കിലും 1-2 പേരുകൾ നോക്കി വെച്ചാൽ മതിയാവും. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായിട്ട് 2 കുട്ടികൾ തമ്മിലുള്ളൊരു സംഭാഷണമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് സൽകീർത്തി ഇനമാണ്. നിറയെ കായ്കൾ കണ്ടോ? ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷേ വിളവ് കുറഞ്ഞുപോയി. 2 പേരും നട്ടത് ഒരേ ഇനം വെണ്ട തന്നെ. എന്നിട്ടും ഒരാൾക്ക് ഉൽപ്പാദനം കുറയാൻ കാരണം എന്താവും? മികച്ച വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്? ഇതാണ് ഇനി താഴെ പറയുന്നത്. വളക്കൂറുള്ള മണ്ണ്, കീടനിയന്ത്രണം, അനുയോജ്യമായ കാലാവസ്ഥ, കൃത്യമായ വളപ്രയോഗം, ജലത്തിൻ്റെ ലഭ്യത. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. വളക്കൂറുള്ള മണ്ണ്. നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണമല്ലോ. നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ എന്തെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? ചാണകം, യൂറിയ, പച്ചിലവളം, എല്ലുപൊടി, ആട്ടിൻ കാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, ഇതൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ള വളങ്ങൾ അല്ലേ? അടുത്തതായി നമ്മൾ ഈ കണ്ടെത്തിയവയെ ജൈവവളങ്ങൾ, രാസവളങ്ങൾ എന്നിങ്ങനെ 2ആയി തരംതിരിക്കണം.
രാസവളങ്ങൾ എന്നത് രാസവസ്തുക്കളെ നമ്മൾ വളമായി ഉപയോഗിക്കുന്നവയാണ്. ജൈവവളങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നേരിട്ട് നമ്മളെടുത്ത് വളമായി ഉപയോഗിക്കുന്നവയാണ്. അത് നമുക്ക് ഈ താഴെ പറയുന്ന പോലെ തരംതിരിച്ചെഴുതാം. ജൈവവളങ്ങൾ: ചാണകം, പച്ചിലവളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, ഇതുപോലെ ആട്ടിൻ കാഷ്ടം, അതെല്ലാം നമുക്കതിൽ ആഡ് ചെയ്യാം. അടുത്തത് രാസവളങ്ങൾ: യൂറിയ, NPK, സൂപ്പർ ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രേറ്റ്, അമോണിയം ക്ലോറൈഡ്, ഇതെല്ലാമാണ് സാധാരണയായി ഉപയോഗിക്കുന്ന രാസവളങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായിട്ട് ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് പരീക്ഷയ്ക്ക് പലതരത്തിൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഒന്നുകിൽ ഒരു കുറിപ്പ് എഴുതാനായിരിക്കാം, പോസ്റ്റർ ഉണ്ടാക്കാനായിരിക്കാം, അതും അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമായിരിക്കാം. അപ്പോൾ ആ ഭാഗം നമ്മൾ പരീക്ഷയ്ക്ക് കുറച്ച് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. അടുത്തതാണ് കീടനിയന്ത്രണം. കൃഷി ചെയ്യുമ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ. എങ്ങനെയാണ് കീടങ്ങളെ കർഷകർ നേരിടുന്നത് എന്നുള്ളൊരു ചെറിയൊരു ചർച്ചയാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. പലരും പലരുടെയും അഭിപ്രായങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ആൾ പറയുന്നത്, ഞാൻ നന്നായി കീടനാശിനി തെളിക്കുന്നു, ഒറ്റ പ്രാണിയുമില്ല. അതാണ് ആളുടെ അഭിപ്രായം. അടുത്തൊരു അഭിപ്രായം ഇങ്ങനെയാണ്, ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറേയൊക്കെ പോയി. വിളക്കുകെണി വെച്ചും പ്രാണികളെ നശിപ്പിക്കാം. കേട്ടോ, അത് മറ്റൊരാളുടെ അഭിപ്രായമാണ്. അവസാനം ഒരു തവളയുടെ അഭിപ്രായമാണ്, പ്രാണികൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ. ഇനി സാധാരണ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറയുന്നത്. 3 പ്രധാന മാർഗ്ഗങ്ങളാണുള്ളത്. ആദ്യത്തേതാണ് ജൈവ നിയന്ത്രണം. ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറു ജീവിയെ വെച്ച് കീടങ്ങളെ നിയന്ത്രിക്കുക, അതാണ് ജൈവ നിയന്ത്രണം. രണ്ടാമത്തേതാണ് യാന്ത്രിക നിയന്ത്രണം. യാന്ത്രിക നിയന്ത്രണം എന്നത് ചെറിയ കെണികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൾ കൊണ്ട് പെറുക്കി കളഞ്ഞോ കീടങ്ങളെ മാറ്റുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. അടുത്തതാണ് രാസനിയന്ത്രണം. രാസനിയന്ത്രണം എന്നത് നമ്മൾ ഊഹിച്ച പോലെ തന്നെ രാസകീടനാശിനികൾ തെളിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണത്. രാസകീടനാശിനികളെ പോലെ തന്നെ ജൈവ കീടനാശിനികളുമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പുകയില കഷായം. അതുപോലെ തന്നെ വേപ്പിൻ കുരു സത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഗോമൂത്രവും കാന്താരിയും കൂടെ ചേർത്തിട്ടുള്ള ഇതുപോലെ തളിക്കുന്ന ഒരു ദ്രാവകം, ഇതെല്ലാം ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണമാണ്. നല്ല വിളവ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കളകളെയും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ കളകളെ നിയന്ത്രിക്കാം എന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നാശിനികൾ ഉപയോഗിക്കാം, കളകൾ പറിച്ചു കളയാം, കൃത്യമായ നിലമൊരുക്കൽ നമുക്ക് ചെയ്യാം. ഇത്രയൊക്കെ ചെയ്താൽ ഒരുവിധം കളകളൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പലതരം കൃഷികളെക്കുറിച്ച് അവയെ പറയുന്ന പേരുകളെക്കുറിച്ചാണ് പറയുന്നത്. പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചർ, പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ, മത്സ്യകൃഷി പിസികൾച്ചർ, അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന ഒരു 3-4 പേരുകൾ പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ഭാഗമാണ് വിലയിരുത്താമെന്നത്. ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്നതാണ് അതിൽ തെറ്റായ പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവ ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കും. എപ്പികൾച്ചർ തേനീച്ച വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. സെറികൾച്ചർ മത്സ്യം വളർത്തൽ. അതുപോലെ പിസികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. മൂന്നാമത്തെ ചോദ്യം, പതിവെക്കലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പതിവെക്കൽ രീതി ഏതാണ്? ഇതിൽ ഏത് ഭാഗത്താണ് നമ്മൾ മുറിക്കേണ്ടത്? ഇത് നാഗപതിവെക്കലാണ്. ഇതിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം അല്ലെങ്കിൽ മുറിച്ചെടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ബി എന്ന ഭാഗത്താണ് നമ്മൾ മുറിക്കേണ്ടത്. അപ്പോഴാണ് ആ പൊന്തി നിൽക്കുന്ന ഭാഗം നമുക്ക് പുതിയൊരു ചെടിയായി ഉപയോഗിക്കാൻ കിട്ടുന്നത്. നാലാമത്തെ ചോദ്യം, ചിത്രം ശ്രദ്ധിക്കൂ. എ, ബി എന്നിവയിൽ സയൺ, സ്റ്റോക്ക് എന്നിവ ഏതാണ്? നാടൻ മാവിൽ മൽഗോവയുടെ കമ്പൊട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? നാടൻ മാവിൻ്റെ തന്നെ കമ്പൊട്ടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതിൽ എ എന്നത് സയണും ബി എന്നത് സ്റ്റോക്ക്, അതായത് റൂട്ട് സ്റ്റോക്കുമാണ്. ഇനി കമ്പൊട്ടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: പ്രതിരോധ ശക്തി കൂടിയ തൈ ലഭിക്കുന്നു. മൽഗോവ മാമ്പഴം നാട്ടിൽ സുലഭമായി നമുക്ക് ലഭിക്കുന്നു. പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന തൈയും നമുക്ക് ലഭിക്കുന്നു.
ഇനി നാടൻ മാവിൽ നാടൻ തൈ തന്നെ കമ്പൊട്ടിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. ഇല്ല. നമ്മുടെ നാട്ടിൽ നന്നായി വളരാത്ത ഇനം തൈകൾ ഇവിടെ വളർത്തിയെടുക്കാനാണ് നമ്മൾ കമ്പൊട്ടിക്കൽ രീതി സാധാരണയായി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ പട്ടികപ്പെടുത്തുക. ഓരോ മാർഗത്തിനും ഓരോ ഉദാഹരണം എഴുതുക. ആദ്യത്തെ രീതിയാണ് ജൈവ കീടനിയന്ത്രണം. അതിനുള്ള ഉദാഹരണങ്ങളാണ് പപ്പായ ഇലസത്ത്, വേപ്പിൻ കുരുസത്ത്, വേപ്പിൻ പിണ്ണാക്ക്, പുകയില കഷായം, വെളുത്തുള്ളി മുളക് സത്ത്, ഇതെല്ലാം. രണ്ടാമത്തെ രീതിയാണ് രാസകീട നിയന്ത്രണം. അതിനുള്ള ഉദാഹരണങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അടുത്ത രീതിയാണ് യാന്ത്രിക കീട നിയന്ത്രണം. അതിനുള്ള ഉദാഹരണങ്ങളാണ് കൈകൊണ്ട് കീടങ്ങളെ നമ്മൾ പെറുക്കി കളയുന്നത്, തെങ്ങിലെ കൊമ്പൻ ജെല്ലിയെല്ലാം നമ്മൾ കണ്ടെത്തി നശിപ്പിക്കുന്നത്, പഴക്കെണി ഉപയോഗിക്കുന്നത്, പാടങ്ങളിൽ വരുന്ന വലിയ കീടങ്ങളെ നമ്മൾ വല വീശി പിടിക്കുന്നത്, കൃഷിസ്ഥലത്ത് രാത്രി പന്തം കത്തിച്ച് വെക്കുന്നത്, അതുപോലെ ഫെറമോൺ കെണി, അങ്ങനെയുള്ള പലതരത്തിലുള്ള കെണികൾ, ശർക്കര ഉപയോഗിച്ചുള്ള കെണികൾ, അതെല്ലാം യാന്ത്രിക കീട നിയന്ത്രണത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി തുടർ പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, കൃഷി അന്നും ഇന്നും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൃഷിച്ചൊല്ലുകൾ, ചിത്രങ്ങൾ, കർഷകരോട് ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ, ഇതെല്ലാം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് കൃഷിച്ചൊല്ലുകളാണ്. നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം, കണ്ടം വിറ്റ് കാളയെ വാങ്ങുമോ, വാഴ നനഞ്ഞാൽ ചീരയും നനയും, വളമേറിയാൽ കൂമ്പടയ്ക്കും. ഇതുപോലെ ഒരുപാട് ചൊല്ലുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന കുറച്ച് ചൊല്ലുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാനുള്ളതാണ് കർഷകരോട് ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ. അതിൽ ആദ്യത്തെ ഭാഗം പഴയ കൃഷിയാണ്. മൺഭിത്തിയിൽ ചാണകം തേച്ച് പിടിപ്പിച്ച് അതിൽ പതിപ്പിച്ച് വെയിൽ കൊള്ളിച്ചാണ് വെണ്ട, കക്കരി, പടവലം, കുമ്പളം, മത്തൻ എന്നീ വിത്തുകൾ സൂക്ഷിച്ചു വച്ചിരുന്നത്. സൂര്യരശ്മി നന്നായി ലഭിക്കുന്ന ദിക്ക് നോക്കിയാണ് പണ്ട് കൃഷി ചെയ്തിരുന്നത്. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന രീതിക്കാണ് അവർ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. ചാലുഴുത് കട്ട ഉടച്ച് അവിടെ പച്ചിലവളം, കാലിവളം, ചാരം എന്നിവ ചേർത്ത് മണ്ണൊരുക്കിയിരുന്നു. ചക്രങ്ങൾ ഉപയോഗിച്ച് വെള്ളം കോരി ചാലുകൾ വഴി അത് കൃഷിസ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. ഇനി ഇന്നത്തെ കൃഷിരീതി. വിത്തു ശേഖരണത്തിനും ഉൽപ്പാദനത്തിനും പ്രത്യേക സ്ഥലങ്ങളുണ്ട്. കൃഷിസ്ഥലം ഒരുക്കാൻ ട്രാക്ടർ, മോട്ടോർ, പൈപ്പ് ഇവ ഉപയോഗിച്ച് ജലസേചനം. രാസവളങ്ങളും രാസകീടനാശിനികളും കൂടുതലായി ഉപയോഗിക്കുന്നു. വിളവെടുപ്പിന് മെഷീനുകൾ ഉപയോഗിക്കുന്നു. തുടർ പ്രവർത്തനങ്ങളിലെ അടുത്ത ചോദ്യമാണ്, ചിത്രം ശ്രദ്ധിക്കൂ. ചില പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടൽ അഥവാ മൾച്ചിങ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിസ്ഥലത്ത് മാത്രമല്ല, നമ്മുടെ വീടുകളിൽ, പറമ്പുകളിൽ നമ്മളിത് ഉപയോഗിച്ച് കാണാറുണ്ടല്ലേ. അതിൻ്റെ ഗുണങ്ങളാണ്: മണ്ണിൻ്റെ നനവ് നിലനിർത്തുന്നു, മണ്ണൊലിപ്പ് കുറയ്ക്കുന്നു, മണ്ണിലെ ഫലപുഷ്ടി നിലനിർത്തുന്നു, മണ്ണിലെ താപനില നിലനിർത്തുന്നു. അതായത് വെയിലുള്ള ദിവസങ്ങളിൽ മണ്ണിലെ നനവ് പുറത്തു പോകാതെ അതിനുള്ളിൽ തന്നെ അത് നിലനിർത്തുന്നു. ചൂട് ആവശ്യമുള്ള വിളകൾക്ക് കറുത്ത ഷീറ്റും തണുപ്പ് ആവശ്യമുള്ള വിളകൾക്ക് വെളുത്ത ഷീറ്റുമാണ് ഉപയോഗിക്കുന്നത്. കറുപ്പ് ഷീറ്റാണെങ്കിൽ അത് ചൂട് ആഗിരണം ചെയ്യും. വെളുത്ത ഷീറ്റാണെങ്കിൽ ചൂടിനെ പുറന്തള്ളി ആ മണ്ണിലെ നനവ് നിലനിർത്തും. സസ്യവളർച്ചയും വിളവും ഇത് കൂട്ടുന്നു. മണ്ണിൽ സൂര്യവെളിച്ചം എത്തുന്നത് തടഞ്ഞ് കളകളെ നിയന്ത്രിക്കുന്നു. കളകൾ മുളച്ചു വരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റികളും തുടർ പ്രവർത്തനങ്ങളും കണ്ടെത്താം എന്നുള്ള ഭാഗമെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ആക്ടിവിറ്റികളോ ഉത്തരങ്ങളോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യാം. താങ്ക്